എല്ലാവർക്കും രാജ് കുക്കിംഗ് പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിൽ ഒരു പപ്പായ എരിശ്ശേരിയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി നമുക്കൊരു മീഡിയം സൈസ് പപ്പായ വേണം. പപ്പായ ഡയബറ്റിസിനും ഹാർട്ട് ഡിസീസിനും ക്യാൻസറിനും വളരെ ഫലപ്രദമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചെറിയ തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, ഉണക്കമുളക്, കടുക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പപ്പായ തൊലി കളഞ്ഞ് കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി ഞാനിവിടെ സ്ക്വയറായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കുക്കർ നന്നായി അടച്ച് 2-3 വിസിൽ വരുന്നവരെ നമുക്ക് ശരിക്കും വേവിച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവ അരപ്പ് അരച്ചെടുക്കണം. ജീരകം, തേങ്ങ, ചെറിയ ഉള്ളി, എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നമ്മുടെ പപ്പായ ഇപ്പോൾ വെന്ത് റെഡിയായി ഇരിക്കുകയാണ്. കുക്കറിലെ പ്രഷർ പോയതിനു ശേഷം നമുക്കത് തുറന്ന് നോക്കണം. പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. നന്നായി ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിക്കുക. തേങ്ങയൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുക്കർ ഒരു സൈഡിൽ മാറ്റി നമുക്കൊരു ചെറിയ പാൻ വെച്ച് കടുക് വറുക്കാനുള്ള പരിപാടി ആരംഭിക്കാം. പാൻ ചൂടായതിനു ശേഷം ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. UK ചൂട് സമയമാണ്, എന്നാലും വെളിച്ചെണ്ണ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കടുക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കടുക് പൊട്ടിച്ച് വേവിച്ച് വച്ചിരിക്കുന്ന പപ്പായയിലേക്ക് നമ്മൾ ഒഴിക്കുക. ശേഷം നമ്മൾ ഇതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്ത് വയ്ക്കണം. എരിശ്ശേരിക്ക് നമ്മൾ ശകലം തേങ്ങ വറുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. മാറ്റി വച്ചിരിക്കുന്ന ശകലം തേങ്ങ എടുത്ത് നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക. അടിയിൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീയെല്ലാം കുറച്ച് വെച്ച് ഗോൾഡൻ കളറായി നമ്മളത് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു. നന്നായി ഇളക്കുക. നല്ല സ്വാദിഷ്ടമായതും നാടൻ രീതിയിലുമായ നല്ല പപ്പായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു ഹെൽത്തി ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.